SC റാങ്ക് ഹോൾഡേഴ്സിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് അത് നീട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. നിയമനം നടക്കാത്ത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ നിരന്തരമായി നോട്ടിഫിക്കേഷൻ വരുന്ന പ്രക്രിയയ്ക്ക് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. PSC മുഖാന്തരം റാങ്കിങ്ങിലൂടെ നിയമനം നേടിയ ഒരാളും ഡിവിഷൻ 4-ലൂടെ പുറത്തു പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. വേക്കൻസിക്ക് അനുസൃതമായിട്ട് വേണം നോട്ടിഫിക്കേഷനും പോസ്റ്റിങ്ങും ഉണ്ടാവാൻ, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാൻ. റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം, ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ആവശ്യപ്പെട്ടത് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് ഇനി 1.5 വർഷത്തിലധികം സമയമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അത് നീട്ടാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് HTV പോസ്റ്റ്, അതായത് ഹെഡ് മാസ്റ്റർമാർ 150-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളിൽ ക്ലാസ് എടുക്കേണ്ടതില്ല, അവർക്കൊരു പകരം ഒരാളെ വെക്കാം അവിടെ. അതിപ്പോൾ സാധാരണ ഡെയിലി വേജസിനാണ് വെക്കുന്നത്. അത് നേരിട്ടുള്ള പോസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ചോദ്യം. അത് പരിശോധിക്കാനാണ് ഞങ്ങളൊരു സാവകാശം ചോദിച്ചത്. അങ്ങനെ പോസ്റ്റിംഗ് വരുമ്പോൾ അതിലെത്ര അധികമായ ആളുകളെ പോസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന് സാമ്പത്തിക ബാധ്യത എത്ര വരും എന്നുള്ള കാര്യം. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കണം, 1:25 ആക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. അതും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് പരിശോധിക്കണം. അതിനുമാണ് നമ്മൾ സാവകാശം ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തത്, PSC റാങ്ക് ലിസ്റ്റ് മുഖാന്തരം നിയമനം നേടിയ ഒരാളും ഡിവിഷൻ 4-ന്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല.